മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ണു ചിമ്മി പുറത്ത് വരുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം എന്നിട്ട് ഒരാൾ പുറത്തേക്ക് വരും. വേറെ തിന്നാനാ കഴിക്കും, വേറെ കഴിക്കാൻ പറഞ്ഞാണോ ഓക്കെ, ഇത് കല്യാണം കഴിക്കണം രാവിലെ ഉറങ്ങി എണീച്ചോ. അച്ചായ, ഇത് അമ്പലമാണ്. ഇവിടെ നിങ്ങൾക്ക് ഉമ്മ വെച്ച് കളിക്കാനുള്ള സ്ഥലമല്ല. ഉമ്മ വയ്ക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിന് പുറത്ത്. ഒരുമാതിരി അമ്പലത്തിന്റെ അകത്ത് ഈ പരിപാടികൾ കാണിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും അതിലോട്ട് നമുക്ക് വരാം. കുറച്ചധികം കാര്യങ്ങളുണ്ട്. അങ്ങനെ അച്ചായന് പെണ്ണ് കിട്ടി. കണ്ട സമയത്ത് എല്ലാവരെയും പോലെ ആദ്യം ഞാനും ഒന്ന് അമ്പരന്ന് പോയി. ഫോട്ടോഷൂട്ടോ വേറെന്തോ ഷോർട്ട് ഫിലിമോ എന്തോ ആണെന്ന് ഫസ്റ്റ് ഒന്ന് തോന്നിപ്പോയി. എന്നാൽ ഇല്ല, അത് റിയൽ ആയിട്ടുള്ള ഒരു കല്യാണം തന്നെയായിരുന്നു. അങ്ങനെ തോന്നാനുണ്ടായ മെയിൻ റീസൺ കഴിഞ്ഞ ആഴ്ചയിലാണ്, അതിന് അങ്ങേ ആഴ്ചയിൽ, അതായത് മാർച്ച് 11 അച്ചായന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചിട്ട് പഴയ കാമുകിക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ഫോട്ടോയൊക്കെ പുറത്ത് വിട്ട്, പിന്നെ അതിന് കാമുകി എക്സ്പ്ലനേഷൻ. ഇങ്ങനെ നിന്ന് അച്ചായനായിരുന്നു. ഞാൻ വിചാരിച്ച അടുത്ത കോൺട്രവേഴ്സി ഇനിയിപ്പോൾ ഉണ്ടാവുമെന്ന്. പക്ഷെ അതിനു മുന്നേ അച്ചായൻ കല്യാണം കഴിച്ച് സെറ്റിലായി മൊത്തം തീർത്തിരിക്കുകയാണ്. എന്തായാലും അച്ചായന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടതുപോലെ തൊപ്പിയും, അച്ചായന്റെ ഇടം വലം കൈയായിട്ടുള്ള തൊപ്പി വരെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊപ്പിയുടെ അത്ഭുത കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. അച്ചായന്റെ കല്യാണത്തെ പറ്റി പറയാം. രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ണു ചിമ്മി പുറത്ത് വരുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം എന്നിട്ട് ഒരാൾ പുറത്തേക്ക് വരും. വേറെ തിന്നാനാ കഴിക്കും, വേറെ കഴിക്കാൻ പറഞ്ഞാണോ ഓക്കെ, ഇത് കല്യാണം കഴിക്കണം രാവിലെ ഉറങ്ങി എണീച്ച് വന്നപ്പോ. പക്ഷെ കല്യാണം മക്കളെ, ഇതാണ് കല്യാണം. ഇത് തന്നെയായിരുന്നു നമ്മുടെ അവസ്ഥ. ഉറക്കം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അച്ചായന്റെ കല്യാണം, അച്ചായൻ പെണ്ണും കെട്ടിയിരിക്കുകയാണ്. ഇതെന്തുവാടെ എന്നാണ് ഞാൻ നോക്കണത്. കൊള്ളാം. ഇങ്ങനെയൊക്കെ ആളുകൾ പെണ്ണിട്ടൊന്നും നമ്മളെ പോലെ പുര നിറഞ്ഞിരിക്കുന്ന യുവാക്കൾ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? വിഷമമൊന്നുമില്ല, എന്നാലും എവിടെ ഒരു ചെറിയ സങ്കടം, അത്രയേ ഉള്ളൂ. അതങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നെ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പുര നിറഞ്ഞു നിൽക്കുന്ന യുവാക്കൾക്ക് അത് മനസ്സിലാവും. ആ വേദനയുടെ ആ ഒരു ബലം. എന്തായാലും ഇതുവരെ എത്തിയ സ്ഥിതിക്ക് അച്ഛൻ്റെ കല്യാണം നമുക്കൊന്ന് കൂടിയിട്ട് പോവാം. അങ്ങനെ അച്ചായന് പെണ്ണ് കിട്ടി സുഹൃത്തുക്കളെ. ആ താലി കെട്ടുന്നവരെ ഞാൻ വിചാരിച്ച് ഫോട്ടോഷൂട്ടായിരിക്കും. അല്ല, താലി കെട്ടുന്ന കണ്ടപ്പോൾ കൺഫേമായി അച്ചായന് പെണ്ണ് കിട്ടിയെന്ന്. എന്തായാലും നല്ല കാര്യമാണ്, കിട്ടട്ടെ. ഈ ഒരു പ്രായത്തിൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് അച്ചായൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതും നല്ല അതീവ സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. ജീവിതമല്ലേ, എൻജോയ് ചെയ്യ് അച്ചായോ എന്ന് തന്നെയാണ് എനിക്കും എല്ലാവരെയും പോലെ ആശംസകൾ അർപ്പിക്കാനുള്ളത്. ഇനി അച്ചായന്റെ ഫാൻസിനോട് അച്ചായന് പറയാനുള്ള കുറച്ച് കാര്യം അച്ചായൻ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മോട്ടിവേഷനാണ്. പിന്നെ 8ലും 10ലും 2ലും 5ലും ഒക്കെ പഠിക്കുന്നതാണ് അച്ചായന്റെ തൊപ്പിയുടെ ഒക്കെ ഫാൻസ്. അതെല്ലാവർക്കും അറിയാം. അവർക്കൊക്കെ ഈ മോട്ടിവേഷൻ കൊടുക്കുന്നത് അത്ര ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അച്ഛൻ്റെ മോട്ടിവേഷനിൽ ഇത് അങ്ങേരുടെ രാവുകളല്ലേ, ആഘോഷിക്കട്ടെ. ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ള അച്ഛാ? ഞാൻ പറയാനുള്ളൂ, മക്കളെ ഇങ്ങനെ ചുമ്മാ കാളി കളിച്ച് നടന്നിട്ടൊന്നും ഒരു കഥയില്ല. മര്യാദയ്ക്ക് പോയി പെണ്ണ് കെട്ടി നല്ല ഫാമിലി ആയിട്ട് ജീവിക്കാൻ നോക്കും. ഇത് നമ്മളെ കെട്ട് ഒരുമാതിരി താങ്ങുന്ന പോലെ അല്ല അണ്ണ. നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പെണ്ണ് കെട്ടി ഫാമിലി ആയിട്ട് ജീവിക്കാനെന്ന് പറഞ്ഞാൽ അച്ഛായന് പെണ്ണ് കിട്ടി, നമുക്ക് പെണ്ണ് കിട്ടണ്ടേ? എന്തുവാ ഇത് ഒരുമാതിരി ഒത്താനായിപ്പോ കേട്ടാ എല്ലാവരായിട്ട് താങ്ങുന്നത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ ഇന്നും യുവകോമളന്മാരായിട്ടിരിക്കുന്ന യുവാക്കളെ പറ്റിയിട്ട് താങ്ങിയത് വളരെയധികം മോശമായിപ്പോയി. അച്ചായനൊരു പെണ്ണ് കിട്ടിയപ്പം അച്ചായൻ പുറം മറന്ന് സോപ്പ് വയ്ക്കാൻ തുടങ്ങിയല്ലേ. സങ്കടമായി, കുഴപ്പമില്ല, ചെറിയൊരു വിഷമം ഉണ്ടാവും. ഇനി അച്ചായൻ ആർക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു റിവഞ്ച് സാധനം അടിക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് കണ്ടു നോക്കാം. അച്ചായന്റെ ഭാര്യ കേട്ടല്ലോ. പലർക്കും സംശയങ്ങളുണ്ടാവും, പലർക്കും പല കാര്യങ്ങൾ ചോദിക്കാനും പറഞ്ഞിട്ടുണ്ട്. ആരാന്ന് പറഞ്ഞു? ഭാര്യയെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. കൊള്ളാം. ഭാര്യ എന്നെ പറയുന്നു, ഭാര്യ നല്ലതാ. ഇനി അച്ചായന്റെ മാസ്മരീനി പെർഫോമൻസ് ഉണ്ട്. ഒരാഴ്ച വീട്ടിൽ വെച്ചിട്ട് അച്ചായൻ ആ പ്രണയം കൈമാറുകയാണ്. കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് പാടാം. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. ഉമ്മ കൊടുത്ത്, അച്ചായ ഉമ്മ കൊടുത്ത്.
സങ്കടമായ അച്ചായ. എന്തായാലും കൊള്ളാം, പെട്ടെന്ന് ഒരു കല്യാണം എല്ലാവരും ആഘോഷിക്കുന്നു. സോഷ്യൽ മീഡിയ തന്നെ അമ്പരന്നിരിക്കുകയാണ് അച്ചായന്റെ കല്യാണമൊക്കെ കണ്ടപ്പോൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നേ ഉള്ളൂ മറ്റേ കേസ്. ഏത് അച്ചായ ഒരു ബർത്ത്ഡേക്ക് അച്ചായന്റെ കാമുകിക്ക് അങ്ങോട്ട് കൊടുത്ത ഒരു ഗിഫ്റ്റ്, 2 ഫോട്ടോയൊക്കെ സൈഡിൽ കൊടുത്തിട്ട്. എന്തായാലും ആ വിഷയത്തിലോട്ട് നമുക്കൊന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ട് വേറൊരു വിഷയത്തിലോട്ട് ചാടാനുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് ഓടിക്കണം. തൊപ്പിയുമായിട്ട് അന്ന് ആഘോഷിച്ച് ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്ന് കാണാം. സങ്കടമുണ്ട്, എന്നാലും നമ്മൾ ആഘോഷിക്കുകയാണ്. പോയവര് പോയി, നമുക്കിനി ജീവിക്കാം. ഒന്നര കൂടെ ഉണ്ട്. അച്ചായൻ നിരാശ കാമുകനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് തൊപ്പി അയ്യേ എന്നൊക്കെ പറയുന്നത്. ഒന്നുമില്ല, കാരണം തൊപ്പിക്ക് തന്നെ 1.5 താപ്പും കിട്ടി മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ചായന്റെ ഈ തീട്ട കേസ് എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി തന്നെ കയറി നിൽക്കുകയാണ്. അടിപൊളി, തൊപ്പി മാസ വേറെ ലെവൽ. എന്തായാലും അച്ചായൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ തന്റെ കാമുകി ഇല്ലാത്ത വിഷമമാണ് അവിടെ പങ്കുവച്ചത്. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ഒരു കമന്റ് അതിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അച്ചായ അതിന് റിപ്ലൈ അടിച്ച് അണ്ണായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇടക്കിളവ അച്ഛന്റെ പ്രായമുണ്ടല്ലോ, ആ കൊച്ചിനെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അതിന് അടുത്ത് തന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ചായന് താപ്പ് കിട്ടിയതാ. അതാണ് അതിന്റെ വാസ്തവം. 2 ഫോട്ടോ അച്ചായൻ തന്നെ അന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല, കുളിർമയാകുന്നു. എന്തായാലും നമുക്ക് ആ കമന്റിന്റെ റിപ്ലൈ നോക്കാം. അച്ചായന്റെ റിപ്ലൈ: ഡാ മോനെ, കൂടെയുള്ളപ്പോൾ നിന്നെക്കാളും നന്നായി അവൾക്ക് അറിയാമായിരുന്നു. അച്ചായന്റെ ആണോ അപ്പൂപ്പന്റേതാണോ പ്രായം? പിന്നെ കാശുള്ളപ്പോ പ്രായം സൗന്ദര്യം ഒന്നും ഒരു വിഷയമല്ല. അമ്മ ആശുപത്രിയിലായ സമയത്ത് ഞാൻ ഡൊണേഷൻ ചോദിച്ചു വീഡിയോ ഇട്ടപ്പോൾ സംഭവങ്ങൾ മാറി എന്നേ ഉള്ളൂ. വെറും 2 ആഴ്ച കൊണ്ടൊരു തമിഴനെ സെറ്റാക്കി കല്യാണം വരെ കാര്യങ്ങൾ എത്തിച്ചാൽ ആർക്കാണേലും പൊളിയുമല്ലോ മോനെ. കൂടുതൽ വിവരം അറിയാതെ വികാരം കൊള്ളല്ലേ. അപ്പൊ എന്തൊക്കെയോ സംഭവം അതിന്റെ ഇടയിലൊക്കെ ഉണ്ട്. അതാണ് അച്ചായൻ ദൂരെ കൂടിയൊക്കെ അങ്ങും ഇങ്ങും തൊടാതെ സൂചിപ്പിച്ചിട്ടൊക്കെ പോയത്. നിങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിന്നോ. എന്തായാലും അച്ചായൻ അന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വിട്ടപ്പോ ചേച്ചി അപ്പുറത്ത്, ഏത് നമ്മുടെ പഴയ ചേച്ചി, അച്ചായന്റെ കാമുകി ചേച്ചി അപ്പുറത്ത് തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, അച്ചായൻ കാണിച്ചത് നാറിയ പരിപാടിയാണ്. റിലേഷനിലായിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും, അതും വളരെ പ്രൈവസി ആയിട്ട് വെക്കേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നാട്ടുകാരെയാണ് ഇട്ടുകൊടുത്തത്. വളരെ ചെറ്റത്തനമാണ് അച്ചായ, അതാദ്യം മനസ്സിലാക്കുക. ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അപ്പുറത്ത് വന്നിട്ട് ചേച്ചിയുടെ റിപ്ലൈയും കൂടി കേട്ടപ്പം എനിക്ക് തികഞ്ഞു. കേട്ടോ. എൻ്റെ പേര് ജിനു. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ട് വന്നതിൻ്റെ കാരണം അച്ചായനാണ്. എല്ലാവർക്കും ഏകദേശം കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിയുടെ അച്ചായൻ. എനിക്കിവിടെ വേറെ പേരൊന്നും ആരുടെ പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം, പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു. പുള്ളി സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളിയുടെ അടുത്തും ഞാനില്ല. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാവരെയും കാണിച്ചു വെച്ച് പോയിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ പുള്ളി കുറച്ച് പ്രോബ്ലംസ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയാണ് ഞാൻ ബ്ലോക്ക് എല്ലാം ചെയ്തു വെച്ചത്. പുള്ളി നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള്. പുള്ളിയുടെ നല്ല ഇതാണ്. പുള്ളി ഒരു കുഴപ്പം ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് വലിഞ്ഞ പുള്ളിയുടെ കൂടെ ഓക്കെ ആവില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിയോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പുള്ളിയോട് ഞാൻ ഓപ്പണായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്രയും സപ്പോർട്ടായിട്ട്. അപ്പൊ പുള്ളിക്കാരനെ തികച്ചും ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ പുള്ളിക്കാരൻ എന്നെ ഒരു കാമുകിയായിട്ട് കണ്ടു. ഏത് അർത്ഥത്തിലാണ് അങ്ങനെ ഒരു കാമുകിയായിട്ട് എന്നെ കണ്ടത് എന്നാണ് നമ്മുടെ ചേച്ചി കടന്ന് വാശി പിടിച്ച് പറയുന്നത്. പക്ഷെ ഫോട്ടോ കണ്ടിട്ട് ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വോട്ടവർ എന്തെങ്കിലും ആവട്ടെ, അവരുടെ കാര്യമായി അവർ ജീവിക്കട്ടെ. ഇനി വേറൊരു വീഡിയോ ഞാൻ കൊടുക്കാം. അച്ചായന്റെ അമ്മയും അച്ചായനും പുതിയ ഭാര്യയുമായിട്ടുള്ളൊരു വീഡിയോ കണ്ടപ്പോ കൊടുക്കണമെന്ന് തോന്നി, കൊടുത്തേക്കാം. അമ്മക്ക് സന്തോഷമായ ഇനി സന്തോഷം ഉണ്ടാകാതിരിക്കട്ടെ. അമ്മയുടെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് അർത്ഥം മനസ്സിലായി. ഈ സന്തോഷം ഇവിടെ ക്യാൻസൽ.
ഇതോടുകൂടി സന്തോഷം ഇവിടെ തീർത്തിരിക്കുന്നു. തീർന്നിരിക്കുന്നു. ഇനി ഞങ്ങൾ അടുത്ത സന്തോഷം 10 മാസത്തിന് ശേഷം അറിയിക്കും. അതെ, അറിയിക്കുന്നതായിരിക്കും. അല്ലേ? അറിയിച്ചില്ലെങ്കിലും അറിഞ്ഞോളൂ ഞങ്ങളെല്ലാം. അതെ അതെ. അതാരും അറിയിച്ചിട്ട് അറിയുന്ന കാര്യമാണ്. അതെ. തങ്ങൾ ഹാപ്പിയല്ലേ? ശരിക്കും ഹാപ്പിയല്ലേ? എനിക്കൊരു ആത്മീസ് കുറവും ഇല്ല മോനെ. ഓ, വരുന്നതിന് വരും പോലെ നേരിടാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നു. ആ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. തലവര അതിലോട്ടൊന്നും പോകുന്നില്ല. എന്തായാലും 10 മാസത്തിനുള്ളിൽ അടുത്ത സന്തോഷവുമായിട്ട് അച്ചായൻ എത്തുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. അതാണ് അച്ചായൻ ഉദ്ദേശിച്ചത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻ, ഓൾ ദ ബെസ്റ്റ്, മംഗളാശംസകൾ. ഇനി വേറൊരു വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തട്ടിത്തെറിച്ചപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ. കണ്ടപ്പോൾ ഒന്ന് കൊടുക്കണമെന്ന് തോന്നി. അമ്പലത്തിന്റെ അകത്താണെന്ന് തോന്നുന്നു. കൊടുക്കാം. ഒന്നുകൂടി തോന്നെടുക്കാം. ചുണ്ടത്ത് നിർത്താം. ഇത് കിട്ടൂടെ? സങ്കടമൊന്നുമില്ല. അമ്പലത്തിന്റെ അകത്താണല്ലേ, സങ്കടമൊന്നുമില്ല. അച്ചായനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പരിസരം മറന്നു, സ്വാഭാവികം. ഇതിന് താഴെ ഒന്ന് കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. അമ്പലത്തിലാണോ ഛായ ഇമാതിരി പരിപാടി കാണിക്കുന്നത്? അതൊരു ആരാധനാലയമാണ്, അല്ലാതെ നിങ്ങളുടെ ബെഡ്റൂം അല്ല. അവൻ ഇതുവരെ ഇതിനെ താഴെ ഇറക്കിയില്ലേ? കോയ്, ഇത് അമ്പലമാണ്. ഇവൻ ഇതുവരെ ഇതിനെ താഴെ ഇറക്കിയില്ലേ? ഒന്ന് സമാധാനപ്പെട അച്ചായ. വീട്ടിൽ പോയിട്ട് ചുണ്ടത്തോ തുമ്പത്തോ എവിടെ വേണമെങ്കിലും ആവാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും കമന്റ് ഉണ്ട്. പിന്നെ അമ്പലത്തിൽ കയറിയിട്ടുള്ള ഒരു ഉമ്മ ആയതുകൊണ്ട് കുറെ വിമർശനങ്ങളും ഉണ്ട്. ഓക്കെ ഫൈൻ, അത് ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല. പ്രത്യേകിച്ച് ആരാധനാലയമാണ്, അവിടെ ഉമ്മ വെച്ച് കളിക്കുന്നതെന്ന് ആർക്കും പിടിക്കത്തില്ല. ഓക്കെ, അത് ഫൈനാണ്. പിന്നെ ഇതിന് താഴെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കമന്റിൽ എൻ്റെ കണ്ണിൽ കാഴ്ചപ്പെട്ടത്, ഏട്ടാ പൊട്ടാ എങ്ങനെയാടാ ഇത് എന്നൊക്കെ ഉള്ള രീതിയിൽ കമന്റ്. പിന്നെ കുറെ രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഒരിക്കലും പ്രായത്തിന്റെ ഇത് പറഞ്ഞ് അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങേര് കെട്ടിട്ടേ ജീവിക്കട്ടെ, അടിപൊളിയായിട്ട് ജീവിക്കട്ടെ, ജീവിച്ച് പോട്ടെ. എന്തായാലും വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം.